ക്രിയേറ്റീവ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫിഷ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഫിഷ് ബിരിയാണിയിലേക്ക് ഞാൻ ആവോലി ഫിഷാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കിയ മീനിനെ നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഇതുപോലെ എല്ലാ കഷ്ണങ്ങളും നമുക്ക് മുറിച്ചെടുക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1.5 ടീസ്പൂൺ നാരങ്ങാനീര്, 1 ടീസ്പൂൺ കോൺഫ്ലവർ, 1/2 ടീസ്പൂൺ ഉപ്പ്, 3 ടീസ്പൂൺ വെള്ളം എന്നിവ ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മിക്സിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ടുകൊടുത്ത് മസാലയെല്ലാം നമുക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇതുപോലെ മസാല എല്ലാം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. മീൻ തിരിച്ചും മറിച്ചിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫിഷ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതിനൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. മിക്സിയുടെ ജാറിലേക്ക് 4 ചുവന്നുള്ളി, 2 പച്ചമുളക്, 2 ചെറിയ കഷ്ണം ഇഞ്ചി, 8 വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. പേസ്റ്റ് രൂപത്തിൽ അരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഇതുപോലെ ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും. നേരത്തെ ഫിഷ് ഫ്രൈ ചെയ്ത ആ ഓയിലിലേക്ക് നമുക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 വലിയ സവാള അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവാള നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഏകദേശം വഴന്നു കഴിയുമ്പോൾ മിക്സിയിൽ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ആ ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മീഡിയം സൈസ് 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതെല്ലാം കൂടെ നന്നായി വഴന്നു കഴിയുമ്പോൾ ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി,
1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ജീരകവും ചുക്കും കൂടെ പൊടിച്ചത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 3 വലിയ സ്പൂൺ തൈര് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതെല്ലാം കൂടെ ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം മസാല അതിൻ്റെ മുകളിലേക്കും കൂടെ നമുക്ക് സ്പൂണ് കൊണ്ട് തേച്ച് കൊടുക്കാം. മസാല ഇതുപോലെ മീനിലെല്ലാം തേച്ച് പിടിപ്പിച്ച് കഴിയുമ്പോൾ നമുക്കിതിനൊരു 5 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. മസാല മീനിലേക്കൊക്കെ നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഒരു ബിരിയാണി പോട്ടിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെക്കാം. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ കഴുകി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 3 ഗ്ലാസ് അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിന് ഞാൻ 5.5 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇത് ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം. ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതേ ബിരിയാണി പോട്ടിൽ തന്നെ കുറച്ച് ഗ്രാമ്പു, ഏലക്ക, പട്ട എന്നിവ കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതിലേക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചോറിട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ സവാളയും കാഷ്യൂനട്ടും ഫ്രൈ ചെയ്തും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ 1-2 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. 2 ലെയറായിട്ട് ഫിഷ് പിന്നെ ചോറ് അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. വീണ്ടും സവാളയും കാഷ്യൂനട്ടും ഫ്രൈ ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ബിരിയാണി എസൻസും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് നെയ്യ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബിരിയാണി പാത്രത്തിൻ്റെ ടോപ്പ് നമുക്ക് അലൂമിനിയം ഫോയിൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യാം. ഒരു പഴയ തവയുടെ മുകളിൽ ബിരിയാണി പോട്ട് കയറ്റി വെച്ച് 10-15 മിനിറ്റ് നേരം ചെറിയ തീയിൽ നമുക്ക് ദം ചെയ്തെടുക്കാം.
പാത്രത്തിന് മുകളിൽ കനലിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാം. പക്ഷേ വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു. നമുക്കിതിനി ഒന്ന് തുറന്ന് നോക്കാം. നല്ല മണം വരുന്നുണ്ട്. വിളമ്പാൻ എടുക്കുമ്പോൾ മീൻ പൊടിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ലപോലെ മസാല മിക്സ് ചെയ്ത് ചോറിനോടൊപ്പം മിക്സ് ചെയ്ത് ഇതുപോലെ വിളമ്പിയെടുക്കാം.